രാഷ്ട്രീയവും നിന്റെയൊക്കെ മനസ്സിലുള്ള ഈ വർഗീയ ചിന്താഗതികളൊന്നും കേരളത്തിലിട്ട് തുപ്പാൻ നോക്കണ്ട, നടക്കില്ല മക്കളെ. അതിനുള്ള തിരിച്ചടി തന്നെ നീ ഇപ്പോൾ പലതവണയായിട്ടും പല സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. വേടൻ തന്നെ പറയുന്നുണ്ട്, വേടന്റെ വാക്കുകളിൽ പതിരില്ല എന്ന് വേടൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. വേടനെ പറ്റി വേടൻ ഒരു അമ്മയെടുത്ത് പറയുന്നുണ്ട് ഒരു പരിപാടിക്കിടയിൽ. അതായത്, അമ്മയെ ഞാനൊരു പാട്ടുകാരനാണ്, ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കുന്ന ഒരു റാപ്പ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കിനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ പേര് വേടൻ എന്നാണ്, ഹിരൺദാസ് എന്നാണ്. അപ്പോൾ എൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ അനീതിക്കെതിരെയുമാണെന്നാണ് വേടൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വേടനെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന RSS എന്ന് പറയുന്ന തന്തയില്ലാത്തവന്മാർ, വർഗീയവാദികളും അതേപോലെ തന്നെ അതിന് ഒപ്പം പിടിക്കാനായിട്ട് കുറച്ചാൾ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ആകെയുള്ളത് RSSനും BJPക്കും മാത്രമാണ് ഈ പ്രശ്നം. ബാക്കി കമ്മ്യൂണിസ്റ്റ് ഓക്കെയാണ്, UDF ഓക്കെയാണ്. ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേടനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ സർക്കാരും. പിന്നീട് വേടൻ പറയുകയുണ്ടായി, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവനെ ചേർത്ത് പിടിച്ച നമ്മുടെ ഇടതുപക്ഷ സർക്കാരെ നമ്മൾ കണ്ടതാണ്. ആ ഇടതുപക്ഷ സർക്കാരിനൊപ്പം തന്നെയാണ് വലതുപക്ഷ സർക്കാർ. അവർ പറയുന്നുണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കണം.